ഹായ് ഓൾ, ഞാൻ അനുദീപ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാം വരാറായി. ഈ ഒരു ഘട്ടത്തിൽ ഒരു ലാസ്റ്റ് മിനിറ്റ് റാങ്ക് ബൂസ്റ്റിംഗ് ടിപ്പ് എന്താണെന്ന് പല കുട്ടികളും ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിന് ഞാൻ 2-3 സോഴ്സസ് പറയും. അവിടെ നിന്ന് നമുക്ക് എന്തായാലും ചോദ്യങ്ങൾ വന്നിരിക്കും. ഈ സോഴ്സസ് എല്ലാം തന്നെ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഗൂഗിളിൽ അവൈലബിൾ ആണ്. ബിക്കോസ് കഴിഞ്ഞ വർഷം LSTS സിലബസ് വന്നപ്പോഴും പുതിയ സിലബസ് ആണ് PSC ചോദിച്ചത്. ഈ വർഷം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പുതിയ ടോപ്പിക്സ് ആണ്. സോ ഈ പുതിയ സിലബസ് വരുമ്പോൾ നമ്മൾ പ്രോപ്പറായി റിസർച്ച് നടത്തിയിട്ട് തന്നെ പഠിക്കണം. റിസർച്ച് നടത്തിയുള്ള ഗുണം നമ്മുടെ പണി പകുതി കുറയും. LSTSന്റെ സമയത്ത് നമ്മൾ പറഞ്ഞ സോഴ്സുകളിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വന്നത്. ആ ഒരു കോൺഫിഡൻസിൽ തന്നെ ആ വീഡിയോസ് ഒക്കെ ഇപ്പോഴും ഉണ്ട്, നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. ആ ഒരു കോൺഫിഡൻസിലാണ് പറയുന്നത്. ഞാൻ ഇനി പറയാൻ പോകുന്ന ഏരിയാസ് റാങ്ക് മേക്കിംഗ് സോഴ്സസ് ആണ്. PSC തന്നെ മുൻപ് ഈ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് കണ്ടെത്തി പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ്സിന്റെ നോട്ട്സ് നമുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. ദയവായി ഈ ഒരു PDF അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെയിലി രാവിലെ ചാനലിൽ തരുന്ന ഫ്രീ മോക്ക് ടെസ്റ്റ്, ഡിഗ്രി ലെവൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കണം. നോ കോംപ്രമൈസ് ഓൺ ദാറ്റ്. എല്ലാവരും ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക കേട്ടോ. ഓക്കെ, നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. എഗെയിൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് പുറത്ത് കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ സ്ട്രക്ചേർഡ് കോഴ്സിന്റെ ഭാഗമായിട്ട് സമയമില്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് ഉപകാരപ്പെടും. ആ കോഴ്സിന്റെ ഭാഗമായിട്ട് പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് ബാച്ച് അവൈലബിൾ ആണ്. ടെസ്റ്റ് സീരീസ് ബാച്ചുകൾ അവൈലബിൾ ആണ്. വളരെ മിനിമൽ ഫീസിൽ മാത്രമാണ് അതിന് വരുന്നത്. ഓണം ഓഫറും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കണ്ടന്റിലേക്ക് പോവാം. PSC ആദ്യമായിട്ടല്ല ഈ ഒരു സിലബസ് നിന്ന് ചോദ്യങ്ങൾ വരുന്നത്. നേരത്തെ PSCയുടെ പല പരീക്ഷകളിലും, ജനറൽ PSC അല്ല, മറ്റ് പല PSC എക്സാംസിലും സിമിലർ സിലബസ്, സെയിം സിലബസ് അല്ല, പക്ഷേ ഈ സിലബസിലെ കുറെ ഭാഗങ്ങൾക്ക് മറ്റ് പല എക്സാംസിലും വന്നിട്ടുണ്ട്. അവിടെ ചോദിച്ചിട്ടുള്ള MCQs, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തപ്പിയെടുത്ത് പഠിക്കണം. ഉദാഹരണത്തിന് ഡെപ്യൂട്ടി മാനേജർ, പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്, ഇത്തരം പരീക്ഷകളുടെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അസിസ്റ്റന്റ് മാനേജർ, ഇതിനകത്തൊക്കെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റും അല്ലെങ്കിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സിലബസിനകത്തെ ടോപ്പിക്സ് ഭയങ്കരമായി ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇതിനകത്ത് അവർ ചോദിച്ചിട്ടുള്ള നമ്മുടെ സിലബസിൽ പറയുന്ന ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ പഠിക്കാവൂ. വലിച്ചു വാരി പഠിക്കില്ല. സിലബസ് എടുത്ത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ സിലബസ് അപ്പി പോണ്ട, നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സിലബസ് എടുത്ത് വെക്കുക. അതിൽ പറഞ്ഞിട്ടുള്ള കീവേഡ്സിലെ ചോദ്യങ്ങൾ ഈ ചോദ്യ പേപ്പറിൽ ഉണ്ടെങ്കിൽ അത് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. ഞങ്ങളുടെ ടെസ്റ്റ് സീരീസിലും ധാരാളം ചോദ്യങ്ങൾ ഇവിടെ ഞങ്ങൾ അതേപോലെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. കാര്യം LSTSന്റെ സമയത്ത് ഇതുപോലെയായിരുന്നു. അതർ സ്റ്റേറ്റ്സ് PSCയിൽ നിന്നും ചോദ്യങ്ങൾ വരുമായിരുന്നു. ഇവിടെ നമ്മൾ അതെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. ധാരാളം ചോദ്യ പേപ്പറുകൾ അതുകൊണ്ട് മാനേജ്, പേഴ്സണൽ, ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 21/2023 ആണ്. അതുപോലെ 11/2023 എന്ന് പറയുന്ന ഈ ഒരു ചോദ്യം പ്രോജക്ട് അസിസ്റ്റന്റ് യൂണിറ്റ് മാനേജർ എന്നുള്ളതാണ് ആ ഒരു പരീക്ഷയുടെ പേര്. ഇവിടെയൊക്കെ ഈ മാനേജ്മെന്റ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് ആ ഒരു പെർസ്പെക്റ്റീവിലൊക്കെ ക്വസ്റ്റ്യൻസ് ധാരാളം വന്നിട്ടുണ്ട്. അപ്പൊ PSC എങ്ങനെയാണ് ചോദ്യം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലെ സ്പെഷ്യൽ ടോപ്പിക്സ് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ PSC മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു വലിയൊരു ഗോൾഡ് മൈൻ ആണ്. നിങ്ങളിപ്പോ സിലബസ് തീർക്കാൻ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം വർക്ക്ഔട്ട് ചെയ്താൽ പോലും ഫ്രീ ഹിറ്റായിട്ട് കുറച്ച് മാർക്ക് നമുക്ക് കിട്ടും. അതിന് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് മാക്സിമം മാർക്ക് നേടിയെടുക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. കാര്യം ഇനി നമ്മുടെ മുമ്പിൽ സമയമില്ല, വളരെ കുറച്ച് സമയമുള്ളൂ. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ മണിക്കൂറിനും ഭയങ്കര വാല്യൂ ആണുള്ളത്. വലിച്ചു വാരി പഠിക്കാൻ നിൽക്കില്ല. ഇതൊരു ലൈറ്റ് ഹൗസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു ഗൈഡിങ് ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ യൂസ് ചെയ്യാം. 97/2024 ഉണ്ട്. PSCയുടെ ചോദ്യ പേപ്പറുകൾ തന്നെയാണത്. ഇതൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. മറ്റ് ഒരു പ്രധാനപ്പെട്ട സോഴ്സസ് എന്ന് പറയാനുള്ളത് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്, മറ്റു പല ഏരിയാസും ഉണ്ട്. എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി ഉണ്ട് അല്ലെ. ഇതൊക്കെ ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ ക്വസ്റ്റ്യൻസ് MCQs വർക്ക്ഔട്ട് ചെയ്യണം. അതിന് മുമ്പായിട്ട് മാനേജ്മെന്റ് പേപ്പറിന് നിങ്ങൾ ഉറപ്പായും വർക്ക്ഔട്ട് ചെയ്യേണ്ടത് ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ MCQs ആണ്. നമ്മളെ പോലെ തന്നെ അവർക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് തന്നെയാണ് അവരുടെ പല ചോദ്യങ്ങൾ വരിക. അടിപൊളി ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് സിലബസിനകത്ത് ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഈസി ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. നമുക്ക് ചോദിക്കുന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. അത് വേണം നമ്മൾ പഠിക്കാൻ. അതിനുള്ള ഇഗ്നോ MCQs ധാരാളം പുറത്തിറക്കിയിട്ടുണ്ട്. മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ, എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി, ഈ പറഞ്ഞ പോലെ ഗവർണൻസിന്റെ സെഗ്മെന്റിലുണ്ട്. കേരള എക്കണോമിയിൽ ഇല്ല, അത് ഇഗ്നോറിനകത്ത് വരുന്നില്ല. കാര്യം കേരള എക്കണോമി ഈസിയാണ്. കാര്യം കേരള എക്കണോമിക് റിവ്യൂവും ന്യൂസ് പേപ്പറും ഉണ്ടെങ്കിൽ അതിലെ മാർക്ക് നമുക്ക് മാക്സിമം നേടിയെടുക്കാൻ സാധിക്കും.
കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് മാക്സിമം മാർക്ക് നേടാൻ പറ്റുന്ന ഒരേ ഒരു സബ്ജക്ട് കേരള എക്കണോമിയാണ്. പെട്ടെന്ന് പഠിച്ച് തീർക്കാനും പറ്റും, ചെറവറാന്ന് മാർക്ക് വാങ്ങിക്കാനും പറ്റും. KASന്റെ കാലഘട്ടം മുതലുള്ള ട്രെൻഡ് അതാണ്. സോ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ, ഇതിനകത്ത് പല ചോദ്യപേപ്പറിനകത്തും ഗവേണൻസിന്റെ ക്വസ്റ്റ്യൻസും ഉണ്ട്. അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, യെസ്, ചാർട്ടേഡ് അക്കൗണ്ടൻസി ആയി, ഗവേണൻസ് ആയി. പിന്നെ പല ഓപ്പൺ യൂണിവേഴ്സിറ്റീസിന്റെ MBA പ്രോഗ്രാംസ്, പലപ്പോഴും കോവിഡ് കാലഘട്ടത്തിൽ പല യൂണിവേഴ്സിറ്റീസിന്റെ പല എക്സാംസും അവർ ഒബ്ജക്റ്റീവ് MCQs രീതിയിലായിരുന്നു നടത്തിയിരുന്നത്. അപ്പൊ അത് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ MBA പ്രോഗ്രാംസ് ഓപ്പൺ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഉണ്ട്, ഉത്തരാഖണ്ഡ് യൂണിവേഴ്സിറ്റിയുടെ പഠിക്കാം. IGNOU ഓപ്പൺ യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഇതിന് പ്രയോറിറ്റി കൊടുക്കുക. ഇത് പഠിച്ച് തീർത്തിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, അതൊരു UGC നെറ്റ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ്, ഈ പറഞ്ഞ എൻവയോൺമെന്റ് ടെക്നോളജിയുമായിട്ട് ഓവർലാപ്പ് ചെയ്ത സബ്ജക്റ്റുകളുണ്ട്. അത് UGC നെറ്റിന്റെ MCQs വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഇത് കുറച്ച് കട്ടിയാണ്. ഓൾറെഡി സിലബസ് ഒക്കെ ഒരു പരുവത്തിൽ നിൽക്കുന്ന ആൾക്കാർ ഇത് നോക്കിയാൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ നോക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് പാനിക് ആയെന്ന് വരാം. ഇതൊരു എക്സ്ട്രീം ലെവലാണ്. ഇത് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടോപ്പ് 10 റാങ്കിലേക്ക് എത്താൻ പറ്റും. കുറച്ചധികം കട്ടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ തുടക്കത്തിൽ ഇത് എടുത്ത് വെച്ച് ചെയ്യാൻ നിൽക്കണം. തുടക്കത്തിൽ നിങ്ങൾ CA, IGNOU, MBA പ്രോഗ്രാംസിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ട സോഴ്സുകൾ. ഇതെല്ലാം നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, സിലബസ് എടുത്ത് വെക്കുക. സിലബസിനകത്ത് ഒരു ടോപ്പിക് എടുത്ത് വെച്ചിട്ട് MCQs എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക. പല യൂണിവേഴ്സിറ്റീസിനെ പല സോഴ്സുകളുടെ MCQs, നല്ല രീതിയിലുള്ള MCQ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് സെർച്ച് ചെയ്യുക. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറവാണ്. സ്റ്റിൽ നമുക്ക് എന്താണ് എക്സാമിന് ചോദിക്കാൻ സാധ്യത എന്നുള്ളത് ചെറിയൊരു ഗ്ലിംസ് നമുക്ക് അവിടെ കിട്ടും. അത് വെച്ച് പഠിക്കാം. സോ ഈ സോഴ്സസ് എല്ലാം നിങ്ങൾക്ക് ടൈമുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഫ്രീ ഓഫ് കോസ്റ്റിൽ പുറത്ത് കിട്ടും. അതിൽ നിങ്ങൾ അഫോർഡബിൾ കോഴ്സ് ആണ് നോക്കുന്നതെങ്കിൽ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് ബാച്ച് ഓണം ഓഫർ പ്രമാണിച്ച് 1000 രൂപയ്ക്ക് ഇട്ടിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സീറ്റ്സ് മാത്രമാണുള്ളത്. ടെസ്റ്റ് സീരീസ് ബാച്ച് ഉണ്ട് 699. മെയിൻസ് ബാച്ച് എടുക്കുന്ന വിദ്യാർത്ഥികൾ ടെസ്റ്റ് സീരീസ് ബാച്ച് 499 മാത്രമേ ആവുന്നുള്ളൂ. ഓക്കെ, ഈ ഒരു പെർസ്പെക്റ്റീവില് നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. ബാച്ചസ് ആവശ്യമുള്ളവർ ബാച്ചസിലേക്ക് വരാവുന്നതാണ്. എന്തായാലും ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് നമുക്ക് നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സമയം മുമ്പിലുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, സമയം കുറവുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ബാച്ചിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രാഷ് കോഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സമയം തീരില്ലാത്ത വ്യക്തിയാണെങ്കിൽ അതിന്റെ ക്രാഷ് കോഴ്സ് മാത്രം കണ്ടാൽ മതി. ഇതിനകത്ത് നമ്മൾ റിവിഷൻ ക്ലാസ്സുകളും ആഡ് ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് സീരീസ് മാത്രമല്ല, റിവിഷൻ ക്ലാസ്സുകൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും. ടെസ്റ്റ് സീരീസ് ഡിസ്കഷൻസ് എല്ലാം കിട്ടും. സോ കമ്മിങ് ബാക്ക് ടു അവർ ടോപ്പിക്, എനിക്ക് നിങ്ങളുടെ സൈഡിൽ അഷുറൻസ് വേണം. ഈ ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യും എന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഉറപ്പ് തരിക. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസ്സുകൾ യൂട്യൂബ് വഴി നിങ്ങൾക്ക് തരുന്നതാണ്. ടെലിഗ്രാം മെമ്പേഴ്സ് ആവാൻ മറക്കണ്ട, ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവാൻ മറക്കണ്ട. ഡെയിലി രാവിലെ നടത്തുന്ന മോക്ക് ടെസ്റ്റുകൾ ഒരു കോംപ്രമൈസ് ഇല്ലാതെ തന്നെ വർക്ക്ഔട്ട് ചെയ്യുക. ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള സോഴ്സുകൾ ഉപയോഗിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. സെലക്ടീവായിട്ട് മാത്രം പഠിച്ചാൽ മതി, വാരി വലിച്ച് പഠിക്കരുത് കേട്ടോ. സോ കമന്റ് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യും അല്ലെങ്കിൽ വർക്ക്ഔട്ട് എന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, ബൈ.